പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ ഒരു വോയിസ് കേൾക്കുവാൻ ഇടവന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് വള്ളംകുളം ഏലിയാസ് പള്ളിയിൽ വെച്ച് വിശ്വാസ സംരക്ഷണ സമിതി എന്നോ അങ്ങനെ എങ്ങാണ്ടൊരു പേര് പറഞ്ഞിട്ട് അതിൻ്റെ കോർഡിനേറ്റർമാരുടെയും അതുപോലെ തന്നെ വൈദികരുടെയും അതുപോലെ അനുഭാവികളുടെയും ഒരു മീറ്റിംഗ് നടക്കുന്നു എന്നാണ് അതിനകത്തുനിന്ന് കേൾക്കുവാൻ സാധിച്ചത്. അതിനുശേഷം അതിനകത്ത് പറയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. പാത്രികീസ് ബാബ 2 ആഴ്ചയായിട്ട് മഞ്ഞനിക്കരയിൽ താമസിക്കുന്നുണ്ടെന്നും ചിങ്ങവനത്ത് നിന്ന് 42 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളെന്നും അവിടെ അദ്ദേഹത്തെ പോയി ജ്ഞാനായ സമുദായ മെത്രാപ്പോലീത്ത കണ്ടില്ല എന്നുമാണ് ഇദ്ദേഹം പറയുന്നത്. ജ്ഞാനായ സമുദായ മെത്രാപ്പോലീത്തായെ വീണ്ടും വീണ്ടും അപമാനിതനാക്കി വിടുവാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ ഇദ്ദേഹം വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ജ്ഞാനായ സമുദായ മെത്രാപ്പോലീത്ത ആഗമന സുറിയാനി സഭയുടെ ഒരു സിനഡിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി ലെബനോനിൽ പോയ കാര്യം അറിയാം. ആ സിനഡ് തീർന്ന സമയത്ത് അവിടെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ശീമയിലുള്ള ഒരു വൈദികനെ ഉയർത്തുന്ന പട്ടം കൊണ്ട ശുശ്രൂഷ ഉണ്ടായിരുന്നു. ജ്ഞാനായ സമുദായ മെത്രാപ്പോലീത്തായെ കാപ്പയിടിക്കാതെ കറുത്ത ലോഹം മാത്രം ഇട്ട് ഇവിടെ അപമാനിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ അതിന്റെ ഫോട്ടോ സെക്ഷനിൽ വന്നപ്പോൾ സമുദായ മെത്രാപ്പോലീത്തായെ മാറ്റി നിർത്തി. അങ്ങനെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അപമാനിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞ് നമുക്കറിയാമല്ലോ, ശ്രേഷ്ഠ കാതോലിക്ക ബാബ കാലം ചെയ്തപ്പോൾ അവിടെ ജ്ഞാനായ സമുദായ മെത്രാപ്പോലീത്തായെ മാത്രം വിടാതെ സമുദായത്തിലെ വൈദികരും സമുദായ നേതൃത്വവും ഉൾപ്പെടെ ഒരുമിച്ച് പുത്തൻകുരിശിൽ ചെന്നപ്പോൾ അവിടെ ശ്രേഷ്ഠ ബാബായുടെ ഭൗതിക ശരീരത്തിൽ ധൂപം വീശുന്നതിനോ പ്രാർത്ഥിക്കുന്നതിനോ അതുപോലെ തന്നെ ഒരു അനുശോചനം പറയുന്നതിനോ സമ്മതിക്കാതെ അവിടെ നിന്ന് അപമാനിതനായിയാണ് സമുദായ മെത്രാപ്പോലീത്തായും നേതൃത്വവും അവിടുന്ന് പോന്നതെന്നുള്ളത് എല്ലാവരും കണ്ടതാണ്. അതുപോലെ തന്നെ യാക്കോബായ സഭയുടെ കാതോലിക്ക ബാബായെ വാഴിക്കുന്നതിന് ലെബനോനിൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഉൾപ്പെടെ എല്ലാ സഭകളിലെയും മേലധ്യക്ഷന്മാരെ ഉൾപ്പെടെ ക്ഷണിച്ചു കൊണ്ടുപോയിട്ടും ഒരു വാക്കുപോലും സമുദായ മെത്രാപ്പോലീത്തായോട് പറയുകയോ അദ്ദേഹത്തെയോ ക്ഷണിക്കുകയോ ചെയ്തിട്ടില്ല. വീണ്ടും വീണ്ടും ജ്ഞാനായ സമുദായ മെത്രാപ്പോലീത്തായെ അപമാനിക്കുന്നതിനു വേണ്ടിയുള്ള കെണിയാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത്. അതേസമയം ജ്ഞാനായ സമുദായ മെത്രാപ്പോലീത്ത 10 വൈദികരെ അവിടെ പറഞ്ഞു വിട്ടു. ഈ സഭയിലെ സഹായ മെത്രാച്ചന്മാർക്ക് എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുന്നതിന് വേണ്ടി 10 വൈദികരെ ആ മഞ്ഞനിക്കരയിൽ സമുദായ മെത്രാപ്പോലീത്ത പറഞ്ഞു വിട്ടു. അവരോട് വേണമെങ്കിൽ പാത്രികീസ് ബാബായ്ക്ക് പറയാമായിരുന്നു, ജ്ഞാനായ സമുദായ മെത്രാപ്പോലീത്തായെ എനിക്ക് കാണണമെന്ന്. അതുപോലും പറയാതെ, യാതൊരു ക്ഷണനവുമില്ലാതെ ഇദ്ദേഹം പറയുന്നത് വീണ്ടും അവിടെ പോയി അപമാനിതനായിക്കൊള്ളണം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതിന് ജ്ഞാനായ സമുദായ മെത്രാപ്പോലീത്തായെ കിട്ടത്തില്ല. ജ്ഞാനായ കമ്മിറ്റി സമുദായ മെത്രാപ്പോലീത്തായോട് പറഞ്ഞിരുന്നു, പാത്രികീസ് ബാബ ക്ഷണിക്കുകയാണെങ്കിൽ മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞിരുന്നു. കാരണം സമുദായ മെത്രാപ്പോലീത്തായ്ക്ക് അപമാനം ഉണ്ടായാൽ അത് ജ്ഞാനായ സമുദായത്തിന് മൊത്തമായ അപമാനമാണ്. അങ്ങനെ ജ്ഞാനായ സമുദായത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട സമുദായ മെത്രാപ്പോലീത്തായെ അപമാനിക്കുവാൻ ജ്ഞാനായ കമ്മിറ്റി യാതൊരു കാരണവശാലും നിന്നുകൊടുക്കുകയില്ല. പല പ്രാവശ്യത്തെ അപമാനിതനായതിന്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ജ്ഞാനായ സമുദായ മെത്രാപ്പോലീത്ത വൈദികരെ അയച്ചത്. തീരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ സമുദായ മെത്രാപ്പോലീത്ത അയച്ച വൈദികരോട് ബാബായിക്ക് പറഞ്ഞു വിടാമായിരുന്നു ജ്ഞാനായ സമുദായ മെത്രാപ്പോലീത്തായെ കാണണമെന്ന്. അതൊന്നും ചെയ്യാതെ വീണ്ടും അപമാനിക്കുന്നതിന് വേണ്ടിയാണെന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. AD 345 മലങ്കരയിൽ കുടിയേറിയ ജ്ഞാനായക്കാർ ഈ 1680 വർഷമായിട്ടും സ്വന്തം കാലിൽ തന്നെയാണ് നിൽക്കുന്നത്. മലങ്കര സഭയിൽ ഒരു പിളർപ്പുണ്ടായപ്പോൾ പാത്രികീസ് വിഭാഗത്തിന്റെ കൂടെയാണ് ജ്ഞാനായ സമുദായം നിലനിന്നത്. എന്നാൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ജ്ഞാനായ സമുദായത്തിലെ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാന നടത്താതെ ഇരിക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആരംഭിച്ചത് അമേരിക്കയിലാണ്. അമേരിക്കയിലെ 2 ദേവാലയങ്ങളിലെ കുർബാന മുടക്കിയപ്പോൾ അവിടെ സമുദായ മെത്രാപ്പോലീത്ത ബലി അർപ്പിക്കുന്നതിന് വേണ്ടി 2 വൈദികർക്ക് താൽക്കാലികമായി
നിയമിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സമുദായ മെത്രാപ്പോലീത്തായുടെ മേൽ നടപടികൾ തുടങ്ങിയത്. അതിപ്പോൾ മലങ്കരയിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ജ്ഞാനായ സമുദായത്തിലെ സഹായ മെത്രാച്ചന്മാർ യാക്കോബായ സഭകളിലെ ദേവാലയങ്ങളിൽ യഥേഷ്ടം കയറി നടക്കുന്നു. ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡ് പറയുന്നത് യാക്കോബായിലെ അച്ഛന്മാർ വന്നാൽ ഞങ്ങൾക്ക് വേണ്ട, ജ്ഞാനായ സമുദായത്തിലെ വൈദികർ മാത്രം മതി. എന്നിട്ട് ജ്ഞാനായ സമുദായത്തിലെ 5 വൈദികർ മാറി നിൽക്കുകയും യാക്കോബായ സഭയിലെ വൈദികർ വരുമ്പോൾ അവരെ വേണ്ട എന്ന് പറഞ്ഞ് സമരം ചെയ്യിക്കുകയും അവർ വരുമ്പോൾ അവർ വരണ്ടെന്ന് കുർബാനയിൽ സംബന്ധിക്കുവാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ലെന്ന് തലേദിവസം വരുന്ന വൈദികരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ട് ഇപ്പോൾ ഇവർ പറയുന്നു ജ്ഞാനായ സമുദായത്തിലെ വൈദികർ മാത്രം മതി. എന്നാൽ ഈ മാറി നിൽക്കുന്ന വൈദികരെ യാക്കോബായ സഭയിലെ എല്ലാ ദേവാലയങ്ങളിലും പോയി കുർബാന അർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഇരട്ടത്താപ്പ് നമുക്ക് മനസ്സിലാകുമല്ലോ. എങ്ങനെ വന്നാലും ജ്ഞാനായ സമുദായത്തിലെ ജനങ്ങൾക്ക് വിശുദ്ധ കുർബാന കാണുവാൻ അവസരമുണ്ടാകരുത്. അതാണ് ഇപ്പോൾ നടക്കുന്ന ഒരു സമര പരിപാടി. അതുകൊണ്ടൊന്നും ജ്ഞാനായ സമുദായത്തെ തോൽപ്പിക്കുവാൻ കഴിയുകയില്ല. എല്ലാ ദേവാലയങ്ങളിലും കൃത്യമായി വിശുദ്ധ കുർബാന നടക്കുന്നുണ്ട്. ജ്ഞാനായ സമുദായത്തിലെ എല്ലാ കാര്യങ്ങളും അതിന്റെ സമയാസമയങ്ങളിൽ മുറ പോലെ തന്നെ നടക്കുന്നുണ്ട്. യാതൊരു പ്രതിസന്ധിയും ഇപ്പോൾ ജ്ഞാനായ സമുദായത്തിനില്ല. പിന്നെ കേസുകൾ കോടതിയിലുണ്ട്. ആ കേസുകൾ അതിന്റെ വഴിക്ക് പോകട്ടെ. ജ്ഞാനായ സമുദായത്തെ ഇല്ലാതെയാക്കുവാൻ ആര് ശ്രമിച്ചാലും അതിനെതിരായിട്ട് കോടതിയിൽ പോകേണ്ടി വരും. എന്നാൽ ജ്ഞാനായ സമുദായം എന്നും സമാധാനം കാക്ഷിക്കുന്നവരാണ്. അതിനുള്ള വാതിലുകൾ ഞങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ വൈദികർ ശ്രമം നടക്കുന്നുണ്ട്, അത് നടക്കട്ടെ, അതിന്റെ കാര്യങ്ങൾ അത് നടക്കട്ടെ. പക്ഷെ അതും കേസുമായിട്ട് കുഴയ്ക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇവിടെ വൈദിക ശ്രേഷ്ഠരെ എങ്ങനെയെങ്കിലും ഇവിടെ സമുദായത്തിലെ സഹായമെത്രാച്ചന്മാരുടെ പ്രതിസന്ധികൾ കണ്ടുകൊണ്ട് അത് പറഞ്ഞു തീർക്കുന്നതിന് വേണ്ടി ഒരു സമിതി സമുദായ മെത്രാപ്പോലീത്തായുടെ അധ്യക്ഷതയിൽ കൂടി അവരതിന്റെ ശ്രമം നടക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ നടന്ന് അവർക്ക് കൊടുത്ത ലെറ്ററുകൾ എല്ലാം ഇപ്പോൾ കോടതിയിലാണ് സമർപ്പിച്ചിരിക്കുന്നത്. അതെല്ലാവരും കണ്ടിട്ടുള്ളതാ. കോടതിയിൽ കൊണ്ടുവന്ന് സമാധാന ചർച്ചയ്ക്ക് കൊടുത്ത കാര്യങ്ങളെല്ലാം രേഖാമൂലം കോടതിയിൽ കൊണ്ട് ഹാജരാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സമാധാനത്തിന് എന്തെല്ലാം ആത്മാർത്ഥത ഉണ്ട് എന്ന് ഉള്ളത് എല്ലാവർക്കും മനസ്സിലായല്ലോ. അതിനുള്ള ആത്മാർത്ഥത ഉണ്ടായിരുന്നു എന്ന് വരികിൽ ബാവായ് ഇവിടെ വന്നപ്പോൾ സമുദായ മെത്രാപ്പോലീത്തായെ വിളിച്ച് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാമായിരുന്നു. അത് ചെയ്തില്ല എന്നുള്ളത് ആ ഭാഗത്തു നിന്നുണ്ടായ ഒരു വലിയ വീഴ്ചയായിട്ട് ജ്ഞാനായ കമ്മിറ്റി കണക്കാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടി പറയേണ്ടതായിട്ടുണ്ട്. ജ്ഞാനായ സമുദായ കമ്മിറ്റിയെ, മാനേജിംഗ് കമ്മിറ്റിയെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് ഒരു യൂറോപ്പിലുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വലിയ ചർച്ചകൾ നടത്തുകയും ആ ചർച്ച നടന്ന കാര്യങ്ങൾ ഞങ്ങളെ പ്രസിദ്ധീകരിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ജ്ഞാനായ കമ്മിറ്റിയിലുള്ളവരെ വളരെ മോശമായ രീതിയിലാണ് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അവരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നെ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു. എനിക്കവിടെ അതിന്റെ സത്യസന്ധം പറയേണ്ടതായിട്ട് വന്നു. അങ്ങനെ പറഞ്ഞ വോയിസ് അതെടുത്ത് പുറത്തിട്ടുകൊണ്ട് എന്തിനാണ് അങ്ങനെ മറുപടി പറഞ്ഞതെന്ന് ജനങ്ങളുടെ ഇടയിൽ അറിയാതെ ഇരിക്കുവാൻ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലാണ് എന്റെ വോയിസ് ഇപ്പോൾ പുറത്ത് ഇറക്കി വിട്ടുകൊണ്ട് ഞാൻ ജ്ഞാനായ സമുദായത്തിലെ സമാധാനത്തിന് എതിരാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയും സമുദായ മെത്രാപ്പോലീത്തായെ ഞങ്ങൾ നിയന്ത്രിക്കുന്നു എന്നുള്ള രീതിയിലുമാണ് ഇപ്പോൾ വോയിസ് മെസ്സേജ് ഇട്ടിരിക്കുന്നത്. നമുക്കറിയാം, ജ്ഞാനായ സമുദായത്തിന്റെ മെത്രാപ്പോലീത്തായെ ആർക്കും നിയന്ത്രിക്കുവാൻ കഴിയില്ല. അദ്ദേഹത്തിന് അതിൻ്റെതായ വ്യക്തിത്വമുണ്ട്. ഞങ്ങളുടെ അഭിപ്രായങ്ങള് സമുദായ മെത്രാപ്പോലീത്തായോട് പറയുമെന്നല്ലാതെ അതിനപ്പുറത്തോട്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങളിലോ ചിന്തകളിലോ ഞങ്ങളാരും ഇടപെടാറുമില്ല. അതിനെ മുതലാക്കിക്കൊണ്ട് ഇപ്പോൾ യൂറോപ്പിലെ ഗ്രൂപ്പിൽ നിന്ന് ആ വോയിസ് ഇട്ട് ജ്ഞാനായ കമ്മിറ്റിയിലെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടക്കുന്നുണ്ട്. അത് ശുദ്ധ അസംബന്ധമാണ്. അങ്ങനെ ജ്ഞാനായ കമ്മിറ്റിയിൽ യാതൊരു വിധമായ വിഭാഗീയതയോ അഭിപ്രായ വ്യത്യാസമോ ഇല്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് മുൻപോട്ട് പോകുന്നത് എന്നുള്ളത് എല്ലാവരെയും അറിയിക്കുന്നു. ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നതിന്റെ കാരണം 2026 ജനുവരി 18 ജ്ഞാനായ സമുദായ ദിനമായി ഒരു മഹാസമ്മേളനം നടക്കുവാൻ പോവുകയാണ്.
അതിന്റെ ഒരുക്കങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്വാഗത സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സമ്മേളനത്തെ അല്ലെങ്കിൽ അവിടെ ഒരു വിഭാഗീയത ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ചിലര് ശ്രമിക്കുന്നത്. ആ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടു പോവുകയുള്ളൂ. ജ്ഞാനായ സമുദായം എന്നും സ്വന്തം കാലിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള പ്രാപ്തിയുള്ള സമുദായമാണ്. അതിനെ ആരും തകർക്കാൻ നോക്കിയാൽ തകരുകയില്ല. കുറെ കുൽസിത ശ്രമങ്ങളും ഇനിയും ഉണ്ടാകും. അങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ ക്നാനായ സമുദായത്തിലെ ജനങ്ങള് പുച്ഛിച്ചു തള്ളുകയുള്ളൂ എന്ന് എല്ലാ ക്നാനായ സമുദായ അംഗങ്ങളെയും ഓർമ്മിപ്പിക്കട്ടെ. അതുപോലെ തന്നെ 2026 ജനുവരി 18 മഹാസമ്മേളനത്തില് എല്ലാവരും വന്ന് പങ്കെടുക്കണം. ഇങ്ങനെയുള്ള വ്യാജ പ്രചരണങ്ങളിൽ ക്നാനായ സമുദായ അംഗങ്ങൾ വീഴരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ക്നാനായ സമുദായത്തിന്റെ മുൻപോട്ടുള്ള എല്ലാ ഉയർച്ചയ്ക്കും എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.